ഹായ് ഫ്രണ്ട്സ്, മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പ്രചരിക്കുകയും അതിനെ പറ്റിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒരുപാട് ഉള്ള രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മറുനാടൻ സാജൻ സക്കറിയയുടെ ഒരു ന്യൂസ് കണ്ടിട്ട്, ഒരു വാർത്ത കണ്ടിട്ടാണ് ഞാനും ആ ഒരു വീഡിയോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ രാജേഷ് കുമാറിന്റെ ചാനലിലും പോയി ആ വീഡിയോയും കണ്ടു. ഡോക്ടർ രാജേഷ് കുമാറും അതിന് ഉറപ്പ് പറയുന്നുണ്ട്. പുള്ളിക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ന്യൂസ് സ്ഥിരീകരിച്ച് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളി വിശദീകരിക്കുന്നുണ്ട് പുള്ളിയുടെ ചാനലിൽ. അപ്പം അത് ഞാൻ മുമ്പത്തുള്ള വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കാണിക്കുകയും ഡോക്ടർ പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിക്കുകയും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം മമ്മൂട്ടിയുടെ PR ടീമുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂസ് വ്യാജ ന്യൂസാണ്, അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി റമദാൻ സംബന്ധിച്ച് നോമ്പ് ടൈം ആയതുകൊണ്ട് അപ്പം ഒരുപാട് ക്ഷീണം പുള്ളിക്കുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് സിനിമകളിൽ നിന്നും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ഇപ്പോൾ PR ടീം വാദിക്കുന്നത്. അപ്പം മമ്മൂട്ടിയുടെ PR ടീം മിഡ്ഡേയോടാണ് ഇത് പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വ്യാജ വാർത്തയാണ്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. മമ്മൂട്ടിക്കായാലും മറ്റുള്ള ആൾക്കാർക്കായാലും ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. അപ്പം നമ്മളൊരു സിനിമാ നടൻ എന്ന നിലയ്ക്ക്, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതിലൊക്കെ എന്തുമാത്രം സത്യമുണ്ടെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ കൂടെ അറിയിക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഷോക്കായി. അവർ ഇത് അറിഞ്ഞ ഉടനെ അവർ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് ഇത് പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെയാണ്, അല്ലാതെ മമ്മൂട്ടിയോടുള്ള ഒരു വെറുപ്പോ അല്ലെങ്കിൽ മമ്മൂട്ടിയോടുള്ളൊരു ഇഷ്ടക്കേട് കൊണ്ടല്ല, പക്ഷെ പുള്ളിയോടുള്ളൊരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഇത് ആൾക്കാരിലേക്ക് എല്ലാവരും എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഇതിനെതിരെ ഒരുപാട് യൂട്യൂബേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഫാൻ ഫൈറ്റിങ് നടക്കുന്നുണ്ട്. ഒരു കൂട്ടം ഭാഗത്തു നിന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നുമില്ല, അതൊക്കെ കള്ളത്തരമാണ്, ഫേക്ക് ന്യൂസുകളാണ്. കുറച്ച് ഭാഗത്തു നിന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് കൺഫേം ആണ്. മമ്മൂട്ടി ട്രീറ്റ്മെന്റ് ചെയ്ത് തിങ്കൾ തൊട്ട് ഇന്ന് തൊട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലാണ്, ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാനും ഡോക്ടർ രാജേഷ് കുമാറിന്റെ വീഡിയോയും കൂടെ കണ്ടിട്ടാണ് ഇത് കൺഫേം ചെയ്ത് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് ഞാൻ വേറൊരു യൂട്യൂബർ ഒരു വീഡിയോ കാണാനിടയായി. മമ്മൂട്ടിയുടെ ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ട് വേറൊരു യൂട്യൂബർ വെനീസ് TV നവ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, 3 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് ഒന്ന് കേൾക്കാം. കേരളത്തിലെ ഒരു നമ്പർ 1 ഫ്രോഡ്, അതായത് ഒന്നാന്തരം വ്യാജ വാർത്തകൾ ചമച്ച് ഈ സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുന്ന ഒരു വൃത്തികെട്ട പരമചെറ്റയുടെ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ ഒരു വാർത്ത ഞാൻ കണ്ടത്. മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക മഹേഷ് നാരായണന്റെ ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തോ ദേഹാസ്വസ്ഥത ഉണ്ടായി. അതിന് അദ്ദേഹം ലീവ് എടുത്തു. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പം പുള്ളി കൂടുതലായിട്ടും സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ്. എന്നാൽ ഇദ്ദേഹത്തിന് പുള്ളി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറുനാടൻ TV സാജൻ പറയുന്ന വാർത്ത കള്ളമാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ പുള്ളി ഫേക്കായിട്ട് അടിച്ചിറക്കി വിടാറുണ്ട്. അതൊന്നും സത്യമുള്ള ന്യൂസുകളല്ല. മമ്മൂട്ടിയെ പറ്റി പറഞ്ഞതും അത് കള്ള ന്യൂസാണ്. അതിൽ 1% പുള്ളി സത്യമില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നോമ്പ് ടൈം ആയതുകൊണ്ട് ലൊക്കേഷനിൽ നിന്നൊക്കെ മാറി നിൽക്കുവാണ്, ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയി പ്രൊജക്റ്റുകളൊക്കെ പഴയതുപോലെ ഫിനിഷ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊരു കള്ള വാർത്ത എന്നാണ് പുള്ളി പറയുന്നത്. വെനീസ് TV നവ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലൂടെ പുള്ളി പറയുന്നത്. നമുക്ക് എന്തായാലും അറിയാം. എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ മമ്മൂക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആൾക്കാരെയും വിളിച്ചു അന്വേഷിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു കുഴപ്പവും മമ്മൂക്കാക്കില്ല. ഇപ്പൊ മമ്മൂക്കയുടെ ഒരു പരിപാടി ഇപ്പൊ 26-ാം തീയതി നടക്കാൻ പോകുന്നുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ചാണെന്ന് തോന്നുന്നു പോകുന്ന. മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ് ഉണ്ട്. അവിടെ പിന്നെ 369 എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കാനുണ്ട്. ഇതിലൊക്കെ മമ്മൂക്ക പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് ഇതുപോലെ കുറെ യൂട്യൂബേഴ്സിന്റെ ചാനലിൽ മമ്മൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഫേക്ക് ന്യൂസാന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറെ വീഡിയോസ് ഞാൻ കാണാൻ ഇടയുണ്ടായി. അതല്ല ഇതൊക്കെ സത്യമാണ്, മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടും കുറെ വീഡിയോസും കാണാൻ ഇടയുണ്ടായി. എന്താണെങ്കിലും അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. പിന്നെ അങ്ങനെ ആയാൽ തന്നെ മനുഷ്യർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം മമ്മൂട്ടി എന്നല്ല, അപ്പം എല്ലാ ആൾക്കാർക്കും അസുഖങ്ങൾ വരാം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവരും മരിക്കും, എല്ലാവർക്കും അസുഖങ്ങൾ വരാം. പിന്നെ ഒരു ഇഷ്ട നടൻ എന്ന നിലയ്ക്ക് നമുക്കത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു നടന് അപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓക്കെ, അയാളെ ഇഷ്ടപ്പെടുന്ന ഫാൻസിന് അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടൊരു നടനാണ്.
അപ്പം ഇതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് മറുനാടനിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നു. മമ്മൂട്ടിയെ ഇപ്പം മറുനാടൻ ഇങ്ങനെ ഒരു ന്യൂസ് ഇട്ടതിൽ പിന്നെ ഒരുപാട് ചാനലുകാർ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽസിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ വീണ്ടും പുള്ളി ഊതിപ്പറത്തിക്കൊണ്ട്, മറുനാടൻ സാജൻ ഊതിപ്പറത്തിക്കൊണ്ട് വീണ്ടും അതിനെതിരെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോയിലും പുള്ളി ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ എന്തായാലും കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. അതിന്റെ ചികിത്സ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത മറുനാടനാണ് ഇന്നലെ പുറത്തുവിട്ടത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ കൊടുങ്കാറ്റായി മാറി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും വന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നില്ല. പതിവ് പോലെ ഇക്കുറിയും ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറുനാടനാണ്. ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ PR ടീം രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇങ്ങർത്ഥം മമ്മൂട്ടിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് വ്യാജ വാർത്തയാണെന്നല്ല, പൂർണ്ണമായും ശരിയാണ്, അന്വേഷിച്ച് സ്ഥിരീകരിച്ച് സംപ്രേഷണം ചെയ്തതാണ്. റംസാൻ മാസത്തിൽ മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കില്ല എന്നതൊരു പുതിയ വാർത്തയാണ്. ഞാനത് കേട്ടിട്ടില്ല. ഇനി അഥവാ ആണെങ്കിൽ പോലും റംസാൻ മാസം കഴിഞ്ഞാലും മമ്മൂട്ടിക്ക് അഭിനയം തുടരാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഈ മാസം 27-ാം തീയതി അബുദാബിയിലെ ഒരു തിയേറ്റർ ഉദ്ഘാടനത്തിന് മമ്മൂട്ടി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടി എത്തുമ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ അവകാശവാദം. ആ തിയേറ്റർ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇപ്പോഴും മറുനാടൻ ആ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടത്. മമ്മൂട്ടി ക്യാൻസർ തന്നെയാണ്. PR ടീമും മറ്റും പറയുന്ന പോലെ ഈ റമദാന്റെ ഒരു ഇതായതുകൊണ്ടാണ് മമ്മൂട്ടി മാറി നിൽക്കുന്നതല്ല. റമദാൻ കഴിഞ്ഞാലും മമ്മൂട്ടി ഈ പ്രോജക്റ്റിൽ നല്ല മാറി നിൽക്കും. മമ്മൂട്ടിക്ക് ക്യാൻസർ തന്നെയാണ്. അത് വലിയ തോതിലല്ല, അത് സ്റ്റാർട്ടിങ് ആരംഭത്തിലാണ്. അത് ചികിത്സിച്ച് ഭേദമാക്കാന്നാണ് പറയുന്നത്. ഇപ്പോഴും ആ ഒരു വാർത്തയിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ ഒരു വാർത്തയെ പറ്റിയിട്ടും ഇതിന് എത്രത്തോളം ഇതിനകത്ത് മുമ്പോട്ടുള്ള വാർത്തയിൽ സത്യമുണ്ടെന്നും ഒക്കെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സിലൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട്. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.